ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകേ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സുപതാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപഥകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാംവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശിവശാഖാംവിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ക്ഷപാനുസുതേ ദേവേ പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. കൃഷ്ണത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവ മേ വിശദു മാനസ രാജഹംസ. പ്രാണപ്രയാണ സമയേ കപവാത പിത്തേ കണ്ഠാവരോധന വിധോ സ്മരണം കുതസ്തേ. ഹരേ കൃഷ്ണ ഹരി ഓം സത്സ. നമ്മളിന്ന് വായിക്കുന്നത് മുകുന്ദമാല സ്തോത്ര 53-ാമത്തെ അവസാനത്തെ ശ്ലോകമാണ്. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞാൽ മുകുന്ദമാല അവസാനിച്ചു. ഭഗവാന്റെയും പ്രഭുപാദരെയും ഗുരു മഹാരാജിന്റെയും അതുപോലെ കുലശേഖർ ആൾബരുടെയും എല്ലാവരുടെയും അനുഗ്രഹത്താൽ നമുക്കത് മുഴുവൻ വായിച്ചു തീർക്കാൻ സാധിച്ചു. അവർക്ക് നമ്മളുടെ പ്രണാമം അറിയിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. സ്തോത്രം വായിക്കാം. മുകുന്ദമാലം പഠതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കസ്വേത് സമസ്ത പാപ ക്ഷയമേതദേഹി പ്രയാതി വിഷ്ണു പരമം പദം തത്. മുകുന്ദമാലാം പഠതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കസ്വേത് സമസ്ത പാപ ക്ഷയമേത്യദേഹി പ്രയാതി വിഷ്ണു പരമം പദം തത്. നിശ്ചയ മാതാജി. ഹരേ കൃഷ്ണ. മുകുന്ദമാലാം പഠതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കസ്വിത് സമസ്ത പാപക്ഷയമേത്യദേഹി പ്രായാതി വിഷ്ണു പരമം പദം തത്. ഹരേ കൃഷ്ണ. ശരണ്യ മാതാജി. ഹരേ കൃഷ്ണ. മുകുന്ദമാലാം പഠതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കസ്വിത് സമസ്ത പാപക്ഷയേത്യദേഹി പ്രയാതി വിഷ്ണു പരമം പദം തത്. മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മുകുന്ദമാലാം പഠതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കസ്വിത് സമസ്ത പാപക്ഷയം ഏത്യദേഹി പ്രയാതി വിഷ്ണു പരമം പദം തത്. Very good. Who among those who recite this Mukundamala will not achieve complete happiness? An embodied being who chants these prayers will have all its sinful reactions eradicated and proceed straight to the Supreme Board of Lord Vishnu. അപ്പോൾ കുലശേഖർ ആൾക്കാർ നമ്മളെല്ലാവരും ബ്ലസ് ചെയ്യാണ്. ഇത് ആരാണോ വായിക്കുന്നത്, ആരാണോ ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ എല്ലാ പാപങ്ങളും നശിച്ച് അവരെ ഭഗവാന്റെ ധാമിലേക്ക് പോകാനുള്ള അവസരം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള ഒരു ബെനഡിക്ഷൻ, ഒരു അനുഗ്രഹം കൂടി തരാണ്. നമ്മളെല്ലാം ഇതിന് ഭാഗ്യവന്മാരാണ്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും നമ്മൾ മനസ്സിലാക്കി. ബാക്കിയെല്ലാം ഭഗവാന്റെ കൃപ. ഇപ്പോൾ ഇതന്നെയാണ് പല നമ്മളുടെ ഭഗവത്ഗീതയിലും ഭാഗവതം മറ്റ് ശാസ്ത്രങ്ങളിലും അതന്നെ പറയുന്നു. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയാൽ
നമ്മളുടെ മനസ്സിലെല്ലാ കൽമശങ്ങളും അനർത്ഥങ്ങളെല്ലാം മാറിക്കിട്ടും. അത് മാത്രമല്ല, നമ്മളുടെ പാപകർമ്മങ്ങളെല്ലാം നശിക്കും. പാപകർമ്മങ്ങൾ നശിച്ചാൽ നമ്മൾ തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള യോഗ്യത നമുക്ക് കിട്ടും. ഇത് പറയുന്നത് നാമസങ്കീർത്തനം യസ്യ സർവപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിപർ. ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകമാണത്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരി. നമ്മൾ നാമസങ്കീർത്തനം ചെയ്യുക. ഇതും സങ്കീർത്തനം എന്ന് പറഞ്ഞ ഗ്ലോറിഫിക്കേഷൻ അല്ലേ? ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ, ഭഗവാന്റെ ഗുണം, രൂപം, നാമം, ലീല, ഇതെല്ലാം നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ സർവപാപ പ്രണാശനം, എല്ലാ പാപങ്ങളും നശിക്കും. പ്രണാമോ ദുഃഖശമനം നം നമാമി ഹരിയും പരം. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കപ്പെടും. അത് മാത്രമല്ല, ഭഗവാന്റെ ധാമിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള അവസരം ലഭിക്കും ഈ ജന്മത്തിൽ തന്നെ. അത്രയും പൊട്ടന്റ് ആണ് ഭഗവാന്റെ നാമസങ്കീർത്തനം. ഭഗവാന്റെ ഗുണ, ലീല, നാമം നമ്മൾ ഗ്ലോറിഫൈ, സ്തുതി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ കീർത്തി ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ കൽമശങ്ങളും എല്ലാ പാപങ്ങളും നശിച്ച് നമ്മളെ തിരിച്ച് ഭഗവത്ധാമിലേക്ക് ഭഗവാൻ കൊണ്ടുപോകും. So, following the Shastric tradition, King Kulashekara ends his poem with an auspicious benediction for his readers. ചുരുക്കത്തിലെ എല്ലാ വൈഷ്ണവ ആചാര്യന്മാരും തൻ്റെ ഇത് വായിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വരമാണിത്. എല്ലാവരും, ഈവൻ ചൈതന്യ ചരിതാമൃതത്തിലും ഇതേപോലെ ഉണ്ട്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്. So we find many such benedictions in the Srimad Bhagavatam. For example, Canto 7 contains this statement: anyone who with great attention hears this narration concerning the activities of Prahlad Maharaj, the killing of Hiranyakashipu, and the activities of the Supreme Personality of Godhead, Narasimhadeva, surely reaches the spiritual world where there is no anxiety. പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ, നരസിംഹ ഭഗവാന്റെ, ഹിരണ്യകശിപുവിൻ്റെ ഉള്ള ആ ലീലകളെല്ലാം ഇത് വായിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, തീർച്ചയായിട്ടും ഭഗവാൻ നരസിംഹദേവന്റെ കൃപാകടാക്ഷനായിരിക്കും, അനുഗ്രഹം ഉണ്ടായിരിക്കും. അവർ തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ആ ഒരു ഭാഗ്യം കൂടി കിട്ടും. ആങ്സൈറ്റി ഫ്രീ അല്ലേ, വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ശ്ലോകം? ഏതദ്യാദി പുരുഷസ്യ മൃഗേന്ദ്രലീലം ദൈത്യേന്ദ്ര യൂതപാപദം പ്രയതാപതേത ദൈത്യാമജസ്യ ച സദാം പ്രവരസ്യ പുണ്യം ശ്രുത്വാനുഭവം അകുതോ ഭയമേതി ലോകം. Prahlad Maharaj was the best among exalted devotees. Anyone who, with great attention, hears this narration concerning the activities of Prahlad Maharaj, the killing of Hiranyakashipu, the activities of the Supreme Personality of Godhead, Narasimhadev, surely reaches the spiritual world where there is no anxiety. Okay, that's Srimad Bhagavatam പറയുന്നത്. അതാണ് 7.10.47. The Vaishnava poets blessing upon the reader is not merely a literary form. ഇതൊരു ഫോർമാലിറ്റി മാത്രമല്ല. വൈഷ്ണവന്മാരുടെ ആ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫലിക്കും. കാരണം വെച്ചാൽ അവര് എംപവേർഡ് ആണ്. പ്രഭുപാദൊക്കെ എന്തൊരു കാര്യം പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനോട് കൂടി എംപവർമെന്റും കൂടി വരും. നമുക്കറിയാം, പ്രഭുപാദരെ ഇനീഷ്യൽ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തിനുണ്ടായിരുന്ന എല്ലാം പുതിയ പുതിയ അമേരിക്കൻസും യൂറോപ്യൻസും അല്ലെ പാശ്ചാത്യ ദേശത്തിലെ ഡിവോട്ടീസ് ആയിരുന്നു. അവർക്ക് വേദിക് കൾച്ചറായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 3 മാസം 6 മാസം പഴക്കമുള്ള, 1 കൊല്ലം പഴക്കമുള്ള ആ തൻ്റെ ഡിസൈപ്പിൾസിനെ വിശ്വസിച്ചിട്ട് ഓരോ ദൗത്യങ്ങൾ കൊടുത്തു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രഭുപാദ എംപവർ ചെയ്യും. വിത്തൗട്ട് ഹിസ് എംപവർമെന്റ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ നമുക്ക് ഇത്രയും കാലം നമ്മൾ ഭാരതത്തിൽ ജനിച്ച് വളർന്നിട്ട് നമുക്കിതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നമുക്ക് പറ്റുന്നില്ല. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. പക്ഷെ അവരവിടെ 3 മാസം 6 മാസം പഴയ ആ ഡിവോട്ടീസ്, അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഡിവോട്ടീസ് എന്തെല്ലാം കാര്യങ്ങളാണ് സഹായിച്ചത്. കാരണം അത് അവരുടെ കഴിവാണോ? യെസ്, തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് ഉണ്ട്, അവരുടെ ഡിറ്റർമിനേഷൻ ഉണ്ട്.
പക്ഷെ പ്രഭുപാദ എംപവർ ചെയ്തിട്ടാണ് ഇത് സഹായിക്കുന്നത്. പ്രഭുപാദ അന്നത്തെ കാലത്തെ വളരെ ക്ലോസ് ഡിസൈപ്പിൾസ് ആയിരുന്ന മുകുന്ദ, ജാനകി, അതേപോലെ ശ്യാം സുന്ദർ പ്രഭു, മാലതി മാതാജി, അങ്ങനെ എല്ലാവരും പറഞ്ഞു ലണ്ടനിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാനാ പറഞ്ഞത് സെന്റർ. ഹാർഡ്ലി 1 year ആയിട്ടുള്ളൂ. പോയി ലണ്ടനിൽ ചെന്നു, സക്സസ്ഫുൾ ആയി ബീറ്റിൽസിന്റെ ജോർജ് ഹാർട്ടിനെ കണ്ടു, ഫ്രണ്ട്ഷിപ്പ് ആക്കി, അദ്ദേഹത്തെ കൊണ്ടൊരു ഭക്തിവേദാന്ത മാനർ മേടിച്ചു. ആ സെന്റർ അവിടെ ഇസ്കോൺ സെന്റർ ആക്കി. എത്ര പെട്ടെന്ന് അതെല്ലാം സഹായിച്ചത് ഭഗവാന്റെ കൃപ, അല്ലെങ്കിൽ ഗുരു മഹാരാജന്റെ കൃപയില്ലെങ്കിൽ നടക്കില്ല. അവനവന്റെ കഴിവല്ല അല്ലെ. ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ പ്യുവർ റെപ്രസെന്റേറ്റീവ്സ് അത് എംപവർ ചെയ്യുമ്പോൾ അത് നടക്കും. ഒരിക്കലും ഒരു ശുദ്ധഭക്തൻ അതിന്റെ ക്രെഡിറ്റ് സ്വയം എടുക്കില്ല. ഈവൻ പ്രഭുപാദ പലതവണയും പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും എന്റെ കഴിവല്ല, ജസ്റ്റ് ബിക്കോസ് ഐ ആം ജസ്റ്റ് ഫോളോയിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർ, മൈ ഗുരു മഹാരാജ്. ഹി ഈസ് ഡൂയിങ് ദിസ് ഫോർ മീ. ഹി ഈസ് എന്റെ ഈ പർപ്പോട്ടൊക്കെ ഭക്തിവേദാന്ത പർപ്പോട്ട്, ഹി ഈസ് ഡിക്റ്റേറ്റിംഗ് എന്നവരാണ്. ചില സമയത്ത് കൃഷ്ണ ഈസ് ഡിക്റ്റേറ്റിംഗ്. അപ്പോൾ ഒരിക്കലും പ്രഭുപാദ അതിന്റെ ക്രെഡിറ്റ് എടുക്കാറില്ല. അതോ പ്രഭുപാദ ഇസ് നോട്ട് an ordinary person. He is also from the spiritual world, but still he doesn't take the credit. അതാണ് വൈഷ്ണവ ആചാര്യന്മാരുടെ ബ്ലെസ്സിങ്സ്, അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതിന് മീതെ വേറെ ഒന്നുമില്ല. So for example, he has often mentioned that the holy names of the Lord can save us from samsara. എന്താണ് സംസാര എന്ന് പറഞ്ഞാൽ? ഭൗതിക ലോകം. ഭൗതിക ലോകം എക്സാക്ട്ലി എന്താണ് സംസാരം? നമ്മുടെ ജനിമൃതികളുള്ള ഭവസാഗരത്തിൽ നിന്നല്ലേ ജന്മം മൃത്യു ജരാവ്യാധി, ഈ വിഷയ സൈക്കിള്, അതാണ് സംസാരം. സംസാര സാഗരം, ജന്മമൃത്യു ജരാവ്യാധി. ഓക്കെ, അപ്പൊ അതിന്ന് രക്ഷപ്പെടുകയാണ്. നമ്മൾ തിരിച്ച് ഇവിടെ ജനനം എടുക്കില്ല, നമ്മൾ വൈകുണ്ഠത്തിൽ പോകും. സോ ആൻഡ് ഹി ഹാസ് എക്സോർട്ടഡ് us to call out to Lord Krishna for protection. ഭഗവാൻ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റൂ. നമുക്ക് പ്രൊട്ടക്ഷൻ ആരാ തരാൻ പറ്റുക? ഭഗവാൻ മാത്രം. നമ്മൾ വിചാരിക്കും നമ്മളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മളാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അല്ല, നമ്മള് ഒരു മീഡിയേറ്റർ ആവുന്നു, ഒരു വയമീഡിയം ആവുന്നു ചില സമയത്ത് മാത്രം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഫോർച്യൂൺ എന്താണ്? ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഭഗവാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ എഫേർട്ട് ഉണ്ടായിരിക്കും, പക്ഷെ അത് സഫലീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ പെർമിഷൻ, സാങ്ഷൻ വേണം, അല്ലാണ്ട് ഒന്നും നടക്കില്ല. ഇന്നലെ ഞാൻ ഭാഗവതം ക്ലാസ്സിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. പ്രഹ്ലാദിനെ പ്രൊട്ടക്ട് ചെയ്താരാണ്? ഭഗവാൻ അല്ലേ? ഹരിദാസ് ഠാക്കൂറിനെ, നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിനെ, ദ്രൗപദി മാതാവിനെ, ധ്രുവനെ അല്ലെ, അങ്ങനെ എത്ര ഭക്തന്മാരെ ആരാണ് പ്രൊട്ടക്ട് ചെയ്തത്? എല്ലാ സമയത്തും കുന്തിമാറാണിയെ, പാണ്ഡവന്മാരെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്താരാണ്? അൾട്ടിമേറ്റ്ലി ഭഗവാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന. ഇപ്പോ നമ്മുടെ മക്കളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അല്ലെ? പക്ഷെ ആ മക്കളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ വീട്ടിലുള്ള സമയത്ത് പ്രൊട്ടക്ട് ചെയ്യും. പുറത്ത് പോയി കഴിഞ്ഞാൽ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈവൺ വീട്ടിലുള്ള സമയത്ത് തന്നെ എന്തെല്ലാം നടക്കുന്നു അല്ലെ? കുട്ടികൾ വീഴുന്നു, മുറിയേൽക്കുന്നു, വല്ല കത്തി എടുത്തിട്ട് കൈ മുറിക്കുന്നു നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട്. നമുക്ക് എത്ര പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ഭഗവാനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല കുട്ടികൾ. ആ സമയത്ത് ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഭഗവാന്റെ പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നേ വേണം. വേറെ ആർക്കും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പരീക്ഷിത് മഹാരാജാവിനെ ആരെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലേ? എല്ലാവരും ഏതെടുത്താലും, നമ്മുടെ ശാസ്ത്രത്തിൽ ഏതൊരു ഇതെടുത്താലും എല്ലാ സമയത്തും തന്നെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ
പ്രൊട്ടക്ട് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ വെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്. ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിലും ഉപരി എന്താണ് ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മളെ? അത് തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ ആണ്, പക്ഷെ അത് സെക്കൻഡറി ആണ്. പക്ഷേ മെയിൻ ആയിട്ട് ഭഗവാൻ എന്താണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിനും ഉപരിയായിട്ട് നമ്മളുടെ ശരീരത്തിനെ, നമ്മളുടെ ആരോഗ്യത്തിനെ, നമ്മളുടെ സന്ധുബന്ധുക്കളെ, നമ്മളുടെ ധനത്തിനെ, നമ്മളുടെ പേരും പ്രശസ്തി, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യും ആവശ്യം വരുമ്പോൾ. പക്ഷെ അതല്ല ഭഗവാൻ ആക്ച്വലി പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഭഗവാൻ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പിന്നെ നമ്മുടെ ആത്മാവ് സോള് ഭഗവാന്റെ ധാമത്തിൽ എത്താനായിട്ട് ഭഗവാൻ നമ്മളെ ഭഗവാൻ ഓക്കെ, അത് എക്സാക്ട്ലി എന്താണ് കവിരൂപ മാതാജി എന്ന് ഭഗവാൻ ഭഗവാനായിട്ടുള്ള ശാശ്വത ആത്മാവ് ബന്ധമല്ല പ്രഭു. സോൾ ആ സോളിനെ എങ്ങനെ എന്താണ് സോളിന് എന്താണ് ആവശ്യം? ഭക്തി. ആ ഭക്തിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഭക്തി നിന്നും വഴിതെറ്റി പോവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലെ, നമുക്ക് ഉദാഹരണം ഒരുപാടുണ്ട്. ഭരത മഹാരാജ് അല്ലെ, അദ്ദേഹത്തിന് മാനിന്റെ ശരീരം കിട്ടി, ഭക്തി കുറഞ്ഞില്ല. ജഡഭരതന്റെ ശരീരം കിട്ടി, ഭക്തി കുറഞ്ഞില്ല. ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭക്തിയാണ്. നമ്മൾ വഴി തെറ്റി പോകാൻ പാടില്ല, അത് നമ്മൾ താഴേക്ക് പോകാൻ പാടില്ല. വൃത്താസുരനെ അല്ലെ, ഗജേന്ദ്രനെ, എല്ലാ സമയത്തും ശരീരം നമുക്ക് താഴ്ന്ന ശരീരം കിട്ടിയാലും കൂടി ഭക്തി ഒരിക്കലും നശിക്കുന്നില്ല. ഭക്തി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഭക്തിയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതേ നമ്മൾക്ക് ഉയർച്ച നൽകുള്ളൂ. ശരീരം എന്തായാലും നശിക്കാനുള്ളതാണ്. നമ്മളുടെ പേരും പ്രശസ്തിയും ശരീരവും നമ്മളുടെ സന്ധുബന്ധുക്കളും എല്ലാം നശിക്കുന്ന, അതൊന്നും നമുക്ക് ആർക്കും ഓർമ്മ വരില്ല, നമ്മുടെ കൂടെ വരില്ല. പക്ഷെ നമ്മുടെ കൂടെ വരുന്നത് എന്താണ്? ഭക്തി. അപ്പൊ അതിനെയാണ് മെയിനായിട്ട് കൊണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മളെ പ്രൊട്ടക്ട്, നമ്മുടെ ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യില്ല, നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ യശസ്സോ പ്രൊട്ടക്ട് ചെയ്യും. യെസ്, ആവശ്യം വരുമ്പോൾ അതും പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അത് സെക്കൻഡറി ആണെന്ന് മാത്രം. ഭഗവാൻ മെയിനായിട്ട് നോക്കുന്നത് ഒരിക്കലും ഈ ഡിവോട്ടി സ്പിരിച്വലി താഴെ വീഴാൻ പാടില്ല, പതനം സംഭവിക്കാൻ പാടില്ല. അതാണ് ഭക്തിയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് മെയിന്. മറ്റത് സെക്കൻഡറി ആണ്. അപ്പോൾ ആ ഭക്തിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള നമ്മുടെ ശരീരം, ആരോഗ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലേ. അതേപോലെ നമ്മളുടെ ധനത്തിനെ, നമ്മളുടെ ബന്ധുക്കളെ, ഇതൊക്കെ ആവശ്യം വരികയാണെങ്കിൽ, അത് ഭക്തിക്ക് ആവശ്യം വരികയാണെങ്കിൽ. ഭക്തിക്കാൻ അതില്ലെങ്കിൽ അത് ഭഗവാൻ അത് പിന്നെ അവൻ നമ്മളുടെ കർമ്മത്തിന് വിട്ടുകൊടുക്കും. നമ്മളുടെ ഭക്തി കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ കൺഡ്യൂസീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണ്ടത്, അതനുസരിച്ച് നമ്മുടെ ഭൗതിക തലത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ നമ്മൾ മെയിനായിട്ട് എന്താണ് ഭഗവാൻ പ്രാർത്ഥിക്കുന്നത്? എന്റെ ആരോഗ്യത്തിന്, തീർച്ചയായിട്ടും ആരോഗ്യത്തിന് വേണം. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആരോഗ്യത്തിന് രക്ഷിക്കണേ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കുട്ടികളെ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ സമ്പത്തിനെ, എൻ്റെ ഐശ്വര്യത്തിനെ, എൻ്റെ സൗന്ദര്യത്തിനെ, ഇതെല്ലാം രക്ഷിക്കണമെന്ന് സാധാരണ പറയാറ് അല്ലേ. എന്താണ്? ആയുർ, ആരോഗ്യ, സമ്പൽ, സമൃദ്ധി അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ആയുർ, ആയുസ്, ആരോഗ്യം, ഹെൽത്ത്, സമ്പത്ത്, സമൃദ്ധി. സമ്പത്തിന് സമൃദ്ധി ഉണ്ടാവട്ടെ. ആക്ച്വലി എന്താണ്? നമ്മുടെ ഭക്തിയെ പ്രൊട്ടക്ട് ചെയ്യണം. ഭക്തിക്ക് യാതൊരു വിഘ്നങ്ങളും വരാൻ പാടില്ല. അത് ഇതിന് നല്ല രീതിയിൽ ഉയർച്ച വരണം. അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളുടെ പൊതുവെ ട്രഡീഷൻ ഇതാണ്. ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ എന്താണ് സാധാരണ ഒരു ഭൗതിക തലത്തിൽ ആഗ്രഹം? ആയുഷ്മാൻ ഭവ, വിജയീ ഭവ അല്ലേ, സൗഭാഗ്യവതി ഭവ. പക്ഷെ ഏറ്റവും നല്ല എന്താണ്? കൃഷ്ണമതിരസ്തു, ബി കൃഷ്ണ കോൺഷ്യസ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ബ്ലെസ്സിങ്. അതായത് എപ്പോഴും കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാവബോധത്തിലിരിക്കട്ടെ. അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ പ്രൈമറി കൺസേൺ. മറ്റത് കൃഷ്ണ കോൺഷ്യസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റത് കൂടെ വരും, ബൈ പ്രൊഡക്ട്സ് ആണ് അല്ലെ. ഭക്തി ഉണ്ടെങ്കിൽ അതിലെന്താണ്? ബാക്കിയെല്ലാം ആവശ്യമുള്ള എല്ലാം ഉണ്ടാവും. ഭക്തിയാണ് മെയിൻ. അതാണ് ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഈസ്
not the material, our life or material belongings. That comes and goes. അത് വന്നും പോയിക്കൊണ്ടിരിക്കും. എത്രയോ അനാദികാലമായിട്ട് അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഭക്തിയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. So indeed, the Mukundamala Stotra is filled with friendly advice to chant Krishna's names, bow down before him, and serve him with all our senses and mind. ഈ മുകുന്ദമാലയുടെ ഉടനീളം എന്താണ്? ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ, ഭഗവാനെ പ്രണാമം ചെയ്യാൻ, ഭഗവാനെ സേവിക്കാൻ, നമ്മളുടെ ഇന്ദ്രിയങ്ങളും ബോഡി, മൈൻഡ് ആൻഡ് സെൻസസ് അല്ലെ, ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയം കൊണ്ടും ഭഗവാനെ സേവിക്കാനാണ് പറയുന്നത്. അങ്ങനെ സേവിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ആ പ്രൊട്ടക്ഷൻ ഈസ് മെയിൻലി അവർ ഭക്തി. മറ്റൊരു ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ കർമ്മം അനുസരിച്ച് നമുക്ക് വരാൻ വരും. പക്ഷെ എവിടെയെങ്കിലും ആ ഭക്തിക്ക് കോട്ടം തട്ടാതിരിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഭൗതിക തലത്തില്, ഭഗവാൻ അതിനെ നികത്തും. King Kulashekara has advised us to become a servant of the servant of the servant of the servant of the servant, the servant of the servant of the Lord. 7 പ്രാവശ്യം. വ്യത്യസ്ത ശ്ലോകം ഉണ്ടല്ലേ, നല്ല ശ്ലോകമാണ്, വയാട്ട് ചെയ്യാൻ നല്ലതാണ്. 7 പ്രാവശ്യമാണ്. അപ്പോ കുലശേഖര ആൾവാർ പറയുന്നത് ഭഗവാന്റെ ഡയറക്റ്റ് സെർവൻ്റ് അല്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഭൃത്യന്മാരുടെ ഭൃത്യൻ, അങ്ങനെ 7 പ്രാവശ്യം പറയുന്നു. So all these statements are actually injunctions directly from the Supreme Personality of Godhead and the Shastra. അപ്പൊ ഈ നിർദ്ദേശങ്ങളെല്ലാം ഡയറക്ട്ലി ഭഗവാന്റെയും അതായത് ശാസ്ത്രങ്ങളുടെയും അവിടെ നിന്നാണ് വരുന്നത്. King Kulashekara has repeated them in his own voice and with his own convictions, but his prayers have the authority of Supreme Lord behind it. അതായത് കുലശേഖര ആൾവാർ ആണ് ഇത് എഴുതെങ്കിലും കമ്പോസ് ചെയ്യുന്നെങ്കിലും കൂടി ഇതിന്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായുടെ സംവാദം, ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. രാമാനന്ദറായ് ഉത്തരങ്ങൾ പറയുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? തുമി വക്ത തുമി ശ്രോത. ചൈതന്യ മഹാപ്രഭുവിടെ രാമാനന്ദറായ തുമി വക്ത തുമി ശ്രോത, നിങ്ങൾ തന്നെയാണ് എന്നിലൂടെ പറയിപ്പിക്കുന്നത്, നിങ്ങൾ തന്നെ അത് കേൾക്കും ചെയ്യുന്നത്, ഞാൻ വെറും ഉപകരണം മാത്രമാണെന്ന് രാമാനന്ദർ പറയുന്നത്. കാരണം വെച്ചാൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമില്ലെങ്കിൽ രാമാനന്ദറായിക്ക് എന്താണോ ഭഗവാൻ ആ ആൻസർ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ പറ്റില്ല. ചൈതന്യ മഹാപ്രഭു ചോദ്യം ചോദിക്കുന്നു, എന്താണോ ചൈതന്യ മഹാപ്രഭു അതിന്റെ ആൻസർ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാമാനന്ദറായുടെ തിരുമുഖത്ത് കൂടെ കേൾക്കുന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ, അല്ലേ? അങ്ങനെ ഇരിക്കുന്നു. അതാണ് പറയുന്നത് തുമി ഭക്ത തുമി ശ്രോത. ഇവിടെ ഇത് കുലശേഖര ആൾവാർ പറയുകയാണെങ്കിൽ കൂടിയിട്ട് എന്നിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ഭഗവാൻ സ്വയം. ഭഗവാനാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അഞ്ച് ശുദ്ധഭക്തനാണ്. ശുദ്ധഭക്തനാവുമ്പോൾ എങ്ങനെ അർജുനന്റെ തേരിന്റെ തേരാളിയായോ അതേപോലെ ഇവിടെ കുലശേഖര ആൾവാറിന്റെ തേര് നയിക്കുന്നതും ആരാണ്? ഭഗവാൻ സ്വയം. So His Divine Grace A.C. Bhaktivedanta Swami Prabhupada chose these potent verses for rendering as the prayers of King Kulashekara. He began translating them into English for wide distribution through his magazine Back to Godhead. It will be our good fortune to go on hearing these verses in earnest, to sing them repeatedly, and to study and remember them. As followers of Srila Prabhupada, we will be particularly inclined to remember text 33. Srila Prabhupada ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശ്ലോകമാണ് 33 ശ്ലോക നമ്പർ 33. എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോട്ട് ചെയ്യുന്ന, പല സ്ഥലത്തും ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പ്രവചനത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോഴും ഇതിനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇഷ്ടമുള്ള അപ്പൊ ആ ശ്ലോകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചരാന്തം അദ്വൈവമേ വിശുതു മാനസ രാജഹംസ പ്രാണപ്രയാണ സമയേ കപവാത പിത്തേ കണ്ഠാവരോധന വിധോ സ്മരണം കുതസ്തേ. O Lord Krishna, at this moment, let the royal swan of my mind enter the tangled stems of the lotus of your feet. ഈ സമയത്ത് പറഞ്ഞാൽ എന്താണ്?
കുലശേഖർ ആൾവാർ ഉദ്ദേശിക്കുന്നത് ഈ സമയം ഐ എം ഹേൽ ആൻഡ് ഹാർട്ടി, ഐ എം ഹെൽത്തി. ഈ സമയത്ത് ആ എന്താ പറയാ അരയന്നമാകുന്ന എന്റെ മനസ്സ് അങ്ങയുടെ തൃപ്പാദങ്ങൾ ആകുന്ന ആ ലോട്ടസ് സ്റ്റെമില്, അതായത് താമരത്തണ്ടിന്റെ ഇടയിൽ കടന്ന് കളിക്കട്ടെ എന്നുവെച്ചാൽ തൃപ്പാദത്തിൽ നമസ്കരിക്കട്ടെ, തൃപ്പാദത്തില് ശരണം പ്രാപിക്കട്ടെ എന്നാണ്. അതർവൈസ് ഹൗ വിൽ ഇറ്റ് ബി പോസിബിൾ ഫോർ മീ ടു റിമെമ്പർ? പിന്നീട്, അതായത് വയസ്സാം കാലത്ത് സംഭവിക്കുക അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മൈ ത്രോട്ട് വിൽ ബി ചോക്ഡ് അപ്പ് വിത്ത് മ്യൂക്കസ്, ബൈൽ ആൻഡ് എയർ, കഫവാത പിത്തി. നമ്മുടെ വയസ്സായി കഴിഞ്ഞാൽ വൃദ്ധാവസ്ഥയില് നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മുടെ കയ്യിലായിരിക്കില്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ മോത്സ്യപ്പെടും, ബോധാവസ്ഥ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, കണ്ഠം ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ? മ്യൂക്കസ്, ബൈൽ ആൻഡ് എയർ, കഫവാതപിത്തം കൊണ്ട്. ആ സമയത്ത് അങ്ങയെ സ്മരിക്കാനുള്ള കഴിവെന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഞാൻ റെഡിയാണ് ചെയ്യാൻ. കാരണം എനിക്കിപ്പോ ഐ എം ഹെൽത്തി നൗ, ഐ ക്യാൻ റിമെമ്പർ യു, ഐ എം ഇൻ മൈ കോൺഷ്യസ്നെസ്. എന്നെ എൻ്റെ ആരോഗ്യമൊന്നും അലട്ടുന്നില്ല. അതാണ് നമ്മുടെ കോളേജ്. അപ്പൊ അതുകൊണ്ട് ഗോപാദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് നമ്മൾ വയസ്സാവുന്ന സമയത്ത് നമ്മുടെ, അതുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, കൃഷ്ണ കോൺഷ്യസ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും, അതായത് വയസ്സാം കാലത്ത് വൃദ്ധാവസ്ഥയില് മ്യൂക്കസ്, ബൈൽ ആൻഡ് എയർ, കഫവാത പിത്തത്തിന്റെ പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം എല്ലാം താറുമാറാവുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് കാണില്ല, കേൾക്കില്ല, ബോധം ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ മറക്കും. നമ്മൾ ആദ്യം മുതൽക്കേ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഏത് പരിസ്ഥിതിയിലും ഏത് സിറ്റുവേഷനിലും നമ്മൾ മറന്നാലും ഭഗവാൻ നമ്മളെ ഓർക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിന് വളരെ ഇമ്പോർട്ടൻസ് പ്രഭുപാദ് കൊടുക്കുന്നത്. നമ്മളുടെ സിറ്റുവേഷൻ, നാളത്തെ കാര്യം എന്താവുമെന്ന് അറിയാൻ പറ്റില്ല, അല്ലെ? നെക്സ്റ്റ് മോമെന്റ് എന്താവുമെന്ന് അറിയാൻ പറ്റില്ല. നൗ ഡു ഇറ്റ് നൗ. അടുത്ത നിമിഷത്തിലേക്ക് പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യാൻ പാടില്ല. കാണിച്ചാൽ നാവും നമ്മുടെ കയ്യിലല്ല. എസ്പെഷ്യലി പല ആൾക്കാരും പറയും ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നതാണോ? റിട്ടയർമെന്റ് ആയിട്ട് സമയത്ത് നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് അപ്പൊ നോക്കുക, ആ സമയത്ത് നമുക്കത് രുചി ഉണ്ടാവില്ല. നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ അത് പ്രാക്ടീസ് ചെയ്താലേ ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്യാത്തത് 60 വയസ്സോ 70 വയസ്സോ ഒന്നും കഴിയുമ്പോൾ നമുക്ക് അതിന് രുചി ഉണ്ടാവില്ല, അതിനുള്ള സ്റ്റെമിന ഉണ്ടായിരിക്കില്ല, അതിനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കില്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? പല ആൾക്കാരും പറയും ആഫ്റ്റർ റിട്ടയർമെന്റ് ഐ വിൽ ഡു ഇറ്റ്. റിട്ടയർമെന്റ് വരെ നമ്മൾ ജീവിച്ചിരിക്കോ എന്താണ് ഗ്യാരണ്ടി? അതുകൊണ്ട് ആണ് പ്രഹ്ലാദ് മഹാരാജ് കൗമാരം ആശ്രയത് പ്രാജ്ഞു, കൗമാരത്തിൽ തന്നെ തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടിയാൽ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും, ഒരു എൻഗേജ്മെന്റ് ഇല്ലെങ്കിലും നാമം ജപിച്ചിട്ടോ ഭഗവത്ഗീത ഭാഗവതം വായിച്ചിട്ടോ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആരും നമ്മളെ ബഹുമാനിക്കില്ല. കാണിച്ചാൽ നമ്മൾ കറവ പശു അല്ല, അല്ലേ? എവിടെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടെ ആൾക്കാരുണ്ടാവും. നമ്മൾ ടോട്ടലി ഇൻവാലിഡായി, നമ്മളൊരു വെറും ബേർഡൻ ആയി കഴിഞ്ഞാൽ ആർക്കും ആരെയും വേണ്ട. ആ സമയത്ത് എന്ത് ചെയ്യും? അപ്പോ ഭഗവാൻ മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ, ഭഗവാന്റെ നാമം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് കൗമാരം ആശ്രയത് പ്രാജ്ഞു എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. കൗമാരത്തിലേ തുടങ്ങണം. അങ്ങനെ മുകുന്ദമാല സ്തോത്ര അവസാനിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. നമുക്കൊരു കാര്യം ചെയ്യാം. 53 ശ്ലോകമുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതൊരു പ്രാവശ്യം പാടിക്കൂടെ? 10 by 10 ആയിട്ട്. അപ്പോ അതിന്റെ ടേൺ എങ്ങനെയാണ്? ഞാൻ പാടാം, നിഷ മാതാജി, സുഭാഷി മാതാജി,
കവിരൂപ മാതാജി, ശരണ്യ മാതാജി. ഓക്കെ, അപ്പൊ എത്രയായി? 5 പേരായി അല്ലേ? അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തുടങ്ങും. അവിടെ ഉണ്ട് 6 ഒരാളും കൂടി ഉണ്ട്. പക്ഷെ അവിടെ നിന്നാ കേൾക്കില്ല, ഇവിടേക്ക് വരുന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പ്രഭു ലാസ്റ്റ് ശ്ലോകം എല്ലാരും പാടിയോ? ഞാൻ പാടട്ടെ? പാടിക്കോളൂ, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. മുകുന്ദമാലാം പടതാം നരാണാം അശേഷ സൗഖ്യം ലഭത്തെ ന കസ്വേത് സമസ്ത പാപക്ഷയമേത്യ ദേഹി പ്രയാതി വിഷ്ണു പരമം പദം തത്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇത് ഓരോന്നാമത് ആരെയൊക്കെ ബുക്ക് ആരുടെ കയ്യിലുണ്ട്? ബുക്ക് ആരുടെ കയ്യിലുണ്ട്? ബുക്ക് എടുത്തിട്ടുണ്ട് പ്രഭു. ഇല്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതിൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീനിലിട്ടുണ്ട്. ഇല്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. മുകുന്ദമാല സ്തോത്ര നമ്പർ 1. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ഠന കോവിദേതി നാഥേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപിനാം പ്രതിദിനം നുമാം മുകുന്ദ. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപ ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ ജയതു ജയതു പൃഥ്വി ഭാരനാശോ മുകുന്ദ. ശ്ലോകം 3. ഹരേ കൃഷ്ണ. മുകുന്ദമൂർധ്ന പ്രണിപത്യയാജി ഭവന്ദനേകാന്തമിയന്തമർത്ഥം ചരണാരവിന്ദേ ഭവേ ഭവേ മേ അസ്തു ഭവത് പ്രസാദാത്. ശ്ലോകം 4. നാഹം വന്ദേ തവ ചരണയോർദ്വന്ദ്വം അദ്വന്ദ്വഹേതോ കുംഭീപാകം ഗുരുമബീഹരേ നാരകം നാപനേതും രമ്യാ രാമാ മൃദുതനുലതാ നന്ദനേനാപി രന്തും ഭാവേ ഭാവേ ഹൃദയ ഭവനേ ഭവയേയം ഭവന്തം. ഹരേ കൃഷ്ണ. ശ്ലോകം 5. നാസ്താധർമ്മേന വസുനിചേ നൈവ കാമോപഭോഗൈ യദ്ഭാവ്യം തദ്ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേ അപി ത്വത്പാദോംബോരുഹയുഗഗത നിശ്ചലാ ഭക്തിരസ്തു. ഹരിബോൾ. दिवि वा भुवि वा ममास्तु वासो नरके वा नरकान्तकप्रगामम् अवधीरित शारदारविन्दो चरणौ ते मरणेऽपि चिन्तयामि. चिन्तयामि हरिमेव सन्ततं मन्दहासमुदितानाम्बुजं नन्दगोपतनयं परात्परं नारदादिमुनिवृन्दवन्दितम्. ശ്ലോകം 8. കരചരണ സരോജേ കാന്തിമന്നേത്രമീനേ ശ്രമമുമഷി മുജവീച്യ വ്യാകുലേ ഗാതമാർഗേ ഹരിസരസി വിഗാഹ പിയ തേജോജലൗകം ഭവമരുപരിഖിന്ന ക്ലേശം ആദിത്യജാമി. ശ്ലോകം 9. സരസിജനയനേ സശങ്കചക്രേ മുരവിധിമാവിരമസ്വ ചിത്തരന്തും സുഗതരമപരം ന ജാതു ജാനേ ഹരിചരണ സ്മരണാമൃതേന തുല്യം. ശ്ലോകം 10. മാഭിർമന്ദമനോവിചിന്യ ബഹുധാ യാമി സ്ഥിരം യാതനാ നൈവാമി പ്രവധിൻ പാപ രിഭവ സ്വാമി നനു ശ്രീധര ആലസ്യം വ്യാപനീയ ഭക്തി സുലഭം ധ്യായസ്വ നാരായണം ലോകസ്യ വ്യസനാപനോദനകരോ ദാസസ്യ കിം ന ക്ഷമാ. ഹരേ കൃഷ്ണ.
ശ്ലോകം 11. ഭവജലധിഗതാനാം ദ്വന്ദ്വാദാഹനാം സുതതുഹിതൃ കളത്രത്രാണ ഭാരാർത്തിദാനാം വിഷമ വിഷയതോയേ മജ്ജതാമപ്ലവാനാം ഭവതി ശരണമേകോ വിഷ്ണുപോദോ നരാണാം. ഭവജലാദിം അഗാധം ദുസ്തരം വിസ്തരേയം കഥം അഹം ഇതി ചേതോ മാ സ്മഗാ പാപരത്വം സരസിജ ദൃശ്യദേവേ താരകീ ഭക്തിരേഖ നരകവിധി നിഷന്ന താരയിഷ്യതി അവശ്യം. കൃഷ്ണതോയേ മദന പവനോദ്ഭുതമോ മോഹോർമിമാലേ ധാരാവർത്തേ തനയ സഹജാ ഗ്രാഹ സംഘാകുലേ ച സംസാരാഖ്യേ മഹതി ജലധോ മജ്ജദം നസ്ത്രിധാമ പാദാംബോജേ വരദ ഭവതോ ഭക്തിനാവം പ്രയച്ഛ. ഇതിൽ ക്ലിയർ ഇല്ല. പൃഥ്വി രേണുപയാംസി കണികാ ഫൽഗുസ്ഫുലിംഗ ഗോലഘു തേജോനിശംസ നിഹ വസനം മാരുത്തനുതരം രന്ധ്രം സൂക്ഷ്മം നഭ ക്ഷുദ്ര. കിട്ടുന്നില്ലേ? അത് ഇവിടെ ക്ലിയർ ഇല്ല പ്രബോധന. ക്ഷുദ്രാരുദ്രപിതാമഹ പ്രഭൃതയ കീടാ സമസ്താസുരാ ദൃഷ്ടേ യത്ര സ താരകോ വിജയത്തെ ശ്രീപാദധൂളീകണാ. ശ്ലോകം 15. ഹേ ലോകാസൃണുത പ്രസൂതി മരണ വ്യാധേശ്ചികിത്സാമിതാം യോഗജ്ഞാ സമുദാഹരന്തി നയോ മുനയോയാം. പരമോഷതം വിദനോതി നിർവണാമത്യംബികം. ഹരേ കൃഷ്ണ. ശ്ലോകം 16. ഹേമർത്യാ പരമം ഹിതം ശൃണുതവോ വക്ഷ്യാമി സംക്ഷേപതാ സംസാരണാർണവം ആപദുർമീ ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതാ നാനാജ്ഞാനമഭാസ്യ ചേതസി നമോ നാരായണ യേതി ആമും മന്ത്രം സപ്രണവം പ്രണമസഹിതം പ്രാവർത്തയദ്വം മുഹുഃ. ഹരേ കൃഷ്ണ. ശ്ലോകം 17. നാഥേന പുരുഷോത്തമേ ത്രിജഗതാം ഏകാദിവേ ചേതസാ സേവ്യേ സ്വസ്യ പദസ്യ ദാതരിവരെ നാരായണേ തിഷ്ഠതി യം കഞ്ചിത് പുരുഷാധമം കതിപയ ഗ്രാമേ സമൽപാർത്ഥദം ദേവായൈ മൃഗയാമഹേ നരം അഹോ മൂഢാവരാഗാവയം. ഹരിബോൾ. ബദ്ധേനാഞ്ജലിനാനദേന ശിരസാ ഗാത്രേ സരോമോർഗമേ കണ്ഠേന സ്വര ഗദ്വദേന നയനേനോദ്ഗീർണ ബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദ യുഗള ധ്യാനാമൃതാസ്വാദിനാം അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം. യത്കൃഷ്ണ പ്രണിപാദധൂളിധവലം തദ്വർഷ്മ തദ്വൈ ശിരസ് തേ നേത്രേ തമസ് സോജിതേ സുരുചിരേ യാഭിമരിം ദൃശ്യത്തെ സബുദ്ധിർവിമലേന്ദു ശംഖധവലാ യാ മാധവാധ്യായിനി സജീവാമൃതവർഷിണി പ്രതിപദം യാസ്തുതേ നാരായണം. ശ്ലോകം 20. ജിഹ്വേ കീർത്തയ കേശവം മുരിരിപും ചേതോ ഭജ ശ്രീധരം പാണിദ്വന്ദ് സമർച്ചയാച്യുത കഥാ ശ്രോത്രദ്വയത്വം ശൃണു
कृष्णं लोकय लोचनद्वय हरे गच्छाङ्घ्रियुग्मालयं जिघ्रघ्राणमुकुन्दपादतुलसीं नमादोक्षजम्. ശ്ലോകം 21. ആംനായാഭ്യാസനാനി അരണ്യരുദിതം വേദവ്രതാന്യന്വഹം മേധശ്ചേദഫലാനി പൂർത്തവിദയഃ സർവം ഹുതം ഭസ്മനി തീർത്ഥാനാം അവഗാഹനാനി ച ഗജസ്നാനം വിനായത്പദാ ദ്വന്ദ്വാംബോരുഹ സംസ്മൃതിം വിജയതി ദേവസ്സ നാരായണ. ശ്ലോകം 22. അതന പരിഹരസ്ഥിതിം മദീയേ മനസ്സി മുകുന്ദപദാരവിന്ദദാംനി ഹരനയനകശാനുനാകി സ്മരസി ന ചക്രപരാക്രമം മുരാരേ. ഹരേ കൃഷ്ണ. ശ്ലോക 23. നാഥേ ദാദരി ഭോഗി ഭോഗശയനേ നാരായണേ മാധവേ ദേവേ ദേവകി നന്ദനേ സുരവരേ ചക്രായുധേ ശാർങ്ങിണി ലീലാശേഷ ജഗത് പ്രപഞ്ച ജഡരേ വിശ്വേശ്വരേ ശ്രീധരേ ഗോവിന്ദേ ഗുരുചിത്തവൃത്തിമജലാം അഗ്നൈസ്തു കിം വർത്തനൈ. ഹരിബോൾ. Stotra 24. Madraksham Shina Punyan Kshanam Madraksham Krishna Kshena Punyam Kshanamapi Bhavado Kshanamapi Bhavado Bhaktihinan Padabje Masrausham Shravya Bandham Tavacharidam Abhashanyat Akyanajadam Masmarsham Madhavatwami Abhibhuvanapade Chedasa Panuvanan Ma Bhuvam Tvat Saparya Vedikara Rahido Janma Janmandarevi. Ma janmana phalam idam madhukaidabare mat prarthaniya madanugraha se esha eva tvad bhritya paricharika bhrityasya bhritya idimam smara lokanatha. ഇതാണ് ആ ശ്ലോകം പറഞ്ഞത്. ഭൃത്യച്ച 7 ഭൃത്യന്മാർ. ശ്ലോകം 26. തത്വം ബ്രുവണാനി പരംപരസ്ഥാൻ മധുക്ഷരന്തീവ മുദാവഹാനി പ്രാവർത്തിയ പ്രാഞ്ചലിരസ്മി ജിഹ്വേ നാമാനി നാരായണ ഗോചരാണി. ഹരേ കൃഷ്ണ. ശ്ലോകം 27. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശ്ലോകം 28ഉം 29ഉം വായിക്കാമല്ലോ അല്ലെ. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണേ ശ്രീപത്മനാഭാച്യുത കൈടഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോ അപി ന വക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശ്ലോകം 30. ഭക്താഭായ ഭുജാംഗരുഡമണീർ ത്രൈലോക്യ രക്ഷാമണീർ ഗോപീലോചന ചാതകാംബുദമണി സൗന്ദര്യമുദ്രാമണി യക്കാന്താമണി രുക്മിണി ഖനകുചൈദൊന്ദൈകഭൂഷാമണി ശ്രേയോ ദേവശിഖാമണിർ ദിശതുനോ ഗോപാലചൂടാമണി. ഹരിബോൾ. Stotra 31. Shatruchedekam sagalam Upanishad Vakya Sambhujya Mandram Samsarocheda Mandram Samuchita Tamasa Sangana Niryanandra Sarveshwareka Mandram Vesana Bhujaga Sandashta Sandrana Mandram Jihve Shri Krishna Mandram Jaba Jaba Sadadam Janma Safalya Mandram. വ്യാമോഹ പ്രസമൗഷധം മുനിമനോ വൃത്തി പ്രവൃത്തി ഔഷധം ദൈത്യേന്ദ്രാദി
करौषधं त्रिभुवने संजीवनैकौषधं भक्त्या भक्तात्यन्त इदौषधं भवभया प्रध्वंसनाकौषधं श्रेयप्राप्ति करौषधं पिब मना श्रीकृष्ण दिव्यौषधम्. ശ്ലോകം 33. കൃഷ്ണത്വദീയപദപങ്കജ പഞ്ചരാന്തം അദ്വൈവ മേ വിശദു മാനസരാജഹംസ പ്രാണപ്രയാണസമയേ ഖപപാതപിത്തൈ കണ്ഠാവരോധവിധൗ സ്മരണം കുതസ്തേ. ഹരേ കൃഷ്ണ. ശ്ലോകം 34. തേജസ്വിന്ദയ കീർത്തയസ്വ രസനേ നമ്രീഭവത്വം ശിരോ ഹസ്താവഞ്ജലി സംപുടം രജയതം ബന്ധസ്വ ദീർഘം വപു ആത്മൻ സംശ്രയ പുണ്ടരീക നയനം നാഗാചലേന്ദ്രസ്ഥിതം ധന്യം പുണ്യതമം തദേവ പരമേ ദൈവം ഹി സത്സിദ്ധയേ. ശ്ലോകം 35. ശൃണ്വൻ ജനാർദ്ദന കഥാ ഗുണകീർത്തനാനി ദേഹേ നയനസ്യ പുളഗോദ്ഗമരോമരാജി നോത്പദ്യതേ നയനയോർ വിമലാംബുമാല ദിക്തസ്യ ജീവിതം അഹോ പുരുഷാദമസ്യ. ഹരേ കൃഷ്ണ. ശ്ലോകം 36. അന്തസ്തേ മേ ഹൃദവിവേക മഹാധനസ്യ ചൗരോ പ്രഭോ ബലിഭിർ ഇന്ദ്രിയ നാമധേയൈ മോഹാന്തകൂപകുഹരേ വിനിപാതിതസ്യ ദേവേശ ദേഹി കൃപണസ്യ കരാവലംബം. ഹരിബോൾ. സ്തോത്ര 37. ഇദം ശരീരം പരിണാമപേശലം വദത്യവശ്യം ശതസന്ധിജർജരം കിം ഔഷധം പൃച്ഛസി മൂഢദുർമദേ നിരാമയം കൃഷ്ണ രസായനം പിബ. ആശ്ചര്യമേതദ്ധി മനുഷ്യലോകേ സുധാം പരിത്യജ്യ വിഷം പിബന്തി നാമാനി നാരായണ ഗോചരാണി ത്യക്ത്വാന്യവാചാ കുഹക പതന്തി. ശ്ലോകം 39. ത്യജന്തു ബാന്ധവാ സർവേ നിതന്തു ഗുരവോ ജനാ തദാപി പരമാനന്ദോ ഗോവിന്ദോ മമ ജീവനം. 40. സത്യം ബ്രവീമി മനുജാ സ്വയമൂർധ്വബാഹുർ യോ യോ മുകുന്ദ നരസിംഹ ജനാർദ്ദനേതി ജീവോ ജപതി അനുദിനം മരണേരണേവ പാഷാണകാഷ്ടസദൃശായ ദദാതി അഭീഷ്ടം. ശ്രീകൃഷ്ണ. ശ്ലോകം 41. നാരായണായ നമ ഇതി അമും ഏവ മന്ത്രം സംസാരഘോര വിഷനിർഹരണയ നിത്യം ശൃണ്വന്തു ഭവ്യമതയോ യതയോ അനുരാഗാത് ഉശ്ചൈസ്തരാം ഉപദിശാമി അഹം ഊർധ്വബാഹു. ഹരേ കൃഷ്ണ. ശ്ലോകം 42. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണപാദാംബുജാൻ നിന്ദന്തു പ്രിയ ബാന്ധവാ ഗുരുജനാ ഗൃഹ്ണന്തു മഞ്ജന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജാ വംശേ കളങ്കോസ്തു വാ താദൃക്പ്രേമധരാനുരാഗമധുനാ മത്തായ മാനം തുമേ. ഹരിബോൾ. സ്തോത്ര 43. കൃഷ്ണോ രക്ഷതു നോ ജഗത്രയ ഗുരോ കൃഷ്ണം നമധ്വം സദാ കൃഷ്ണേനാഖില ശത്രവോ വിനിഹതാ കൃഷ്ണായ തസ്മൈ നമഃ കൃഷ്ണാത് ഏവ സമുത്തിതം ജഗദിദം കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ തിഷ്ഠതി വിശ്വമേതദഖിലം ഹേ കൃഷ്ണ രക്ഷസ്വ മാം. ഹരേ കൃഷ്ണ. हे गोपालक हे कृपाजलनिधे हे सिंधु कन्यापते हे कांसांतक हे गजेंद्र करुणा पारिणे हे माधवा हे रामानुज हे जगत्रय गुरु हे पुंडरीकाक्ष मां हे गोपी जननाथ पालया परं जनामि न त्वं विना. ശ്ലോകം 45.
धारावारकवरसुतो ते तनुजो विरञ्ची स्तुतो वेदस्तव सुरगणा वृत्यवर्गप्रसाद मुक्तिर्माया जगत् अविकलं तावगीदेवगीते माता मित्रं बलरिपुसुतस्तत्त्वत् अन्यं न जाने. हरे कृष्ण. ശ്ലോകം 46. പ്രണാമമീശസ്യ ശിരഃഫലം വിദുസ് തദർച്ചനം പ്രാണഫലം ദിവൗകസാ മനഃഫലം തദ്ഗുണതത്വചിന്തനം വചഃഫലം തദ്ഗുണകീർത്തനം ബുധാ. ശ്രീകൃഷ്ണ ശ്ലോകം 47. ശ്രീമന്നാമ പ്രോച്ച നാരായണാഖ്യം കേന പ്രാപുർവാഞ്ചിതം പാപിനോ അപി ഹാനാ പൂർവം വാക് പ്രവൃത്താന തസ്മിൻ തേന പ്രാപ്തം ഗർഭവാസാദി ദുഃഖം. ഹരേ കൃഷ്ണ. ശ്ലോകം 48. ധ്യായന്തിയേ വിഷ്ണും അനന്തവ്യയം ഹൃത്പദ്മമധ്യേ സതതം വ്യവസ്ഥിതം സമാഹിതാനാം സതതാ ഭയപ്രദം തേ യാന്തി സിദ്ധിം പരമാം തു വൈഷ്ണവീം. ഹരി ബോൾ. Chapter 49. Tattvam prasida bhagavan kurmayyanaade Vishno kripam paramakaruniga kalu tvam samsara sagara nimagnam anandadinam uddhartum arhasi hare purushottamosi. ക്ഷീരസാഗര തരംഗ ശിഖാര സാരാ താരാക്കിത ചാരുമൂർത്തയേ ഭോഗി ഭോഗ ശയനീയ സായിനേ മാധവായ മധു വിദ്വിഷേ നമഃ. ശ്ലോകം 51. അലം 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 ഏകാ പ്രാണിനാം പാദകാനാം നിരസന വിഷയേ യാ കൃഷ്ണ കൃഷ്ണേ ദിവാണി യതി ഭവതി മുകുന്ദേ ഭക്തിരാനന്ദ സാന്ദ്ര കരതല കലിതാ സാമോക്ഷ സാമ്രാജ്യ ലക്ഷ്മി. ഹരേ കൃഷ്ണ. ശ്ലോകം 52. യസ്യ പ്രിയൗ സുധിതരൗ കവിലോ കവീരൗ മിത്രൗ ദ്വിജന്മവര പത്മശരാവഭൂതാം തേനാംബുജാക്ഷണചരണാംബുജ ഷട്പദേന രാജ്ഞാ കൃതാ കൃതിരിയം കുലശേഖരേണ. ഹരേ കൃഷ്ണ ശ്ലോകം 53. മുകുന്ദമാലാം പടതാം നരാണാം അശേഷ സൗഖ്യം ലഭതേന കശ്ചിത് സമസ്തപാപക്ഷയം ഏത്യദേഹി പ്രയാതി വിഷ്ണോ പരമം പദം തത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ प्रभुपाद की जय, महाराज की जय, कुलशेखर आलवार की जय, गो प्रेमानंदे. हरि हरि.